നമസ്കാരം സിനി ചേച്ചി. ഹലോ, ഹായ്. എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മുടെ ഒരു കൊച്ചു വർക്ക് നടന്നു അല്ലേ, അമ്മ എന്ന ആത്മബന്ധം. ഒരുപാട് സന്തോഷം. കാരണം എന്ന് വെച്ചാൽ നല്ലൊരു എന്താ പറയാ, ഒരു വെറൈറ്റി ഒരു വർക്ക് അല്ലേ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ അതെ, നന്നായിട്ട് ചെയ്തു. കാരണം എന്ന് വെച്ചാൽ ചേച്ചിയുടെ ഒരു സീൻസ് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ആണോ? ഓക്കെ, താങ്ക് യു. അല്ല, ഞാൻ കണ്ടേക്കുന്ന പോലീസ് വേഷങ്ങളാണ് കൂടുതലും കണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഒത്തിരി സന്തോഷം അഭിലാഷേ. കുറേ നാൾക്ക് ശേഷമാണ് നീ ഇങ്ങനെ ഒരു വർക്ക് വിളിച്ച് വരുന്നത്. ഓ, ഞാൻ ഒരുപാട് വിളിച്ചിരുന്നു. ഒരുപാട് വിളിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല വരാൻ. ഇവൻ കാട്ടിക്കുന്ന ഓരോ കോപ്രായങ്ങളോട് ഞാൻ യോജിക്കാത്ത ഒരാളാണ്. നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയും. പിന്നെ ഞാൻ വിചാരിച്ചു, ഞാനും കുറച്ച് ഇടവേളയായിരുന്നു എൻ്റെ അമ്മയുടെ മരണത്തോടൊപ്പം. ഞാൻ ഏകദേശം 1 വർഷം കൊണ്ട് 1.5 വർഷമായിട്ട് ബ്രേക്കാണ്. തിരിച്ച് ചെറിയ ചെറിയ വർക്കിലൂടെ വന്നതാണ്. ഞാൻ ഷോർട്ട് വെബ് സീരീസ്, നാടകം, സിനിമ, സീരിയൽ, നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാം, എന്താ പറയാ, മെഗാ ഷോയ്ക്ക് എല്ലാ വർക്ക് ചെയ്ത ഒരു വ്യക്തി. ചേച്ചി ആങ്കർ ചെയ്യാൻ പോകുന്നുണ്ടല്ലോ. ആങ്കറിങ് ചെയ്തു. അങ്ങനെ എല്ലാ മേഖലയിലും തിളങ്ങിയ ഒരാളാണ്. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഭാഗ്യമൊന്നുമല്ല. അത് കടന്നുപോയി. ഇപ്പോൾ അമ്മ എന്ന ആത്മബന്ധം എന്നൊരു ഷോർട്ട് ഫിലിമിലൂടെ ഞാൻ തിരിച്ച് വീണ്ടും വരുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ടീം അംഗങ്ങളായ അഭിലാഷ് ഉണ്ടായിരുന്നു, മാഹിൻ ഉണ്ടായിരുന്നു, വിഷ്ണു കൊച്ചിക്കാരൻ. ഇങ്ങനെ എല്ലാവർക്കും ഇപ്പോൾ വീണ്ടും ഒരു ചെറിയൊരു വേഷത്തിലൂടെ ഞാൻ വരുവാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. അഭിപ്രായങ്ങൾ ചേച്ചി, ഞാൻ സംശയം ചോദിച്ചോട്ടെ, എനിക്ക് ചോദിക്കണേ, ഈ പോലീസ് വേഷം ചേച്ചി കൂടുതൽ ചെയ്യുന്നത് എന്താണ്? അതായത് ആഗ്രഹം കൊണ്ടാണോ, അത് അങ്ങനത്തെ ക്യാരക്ടർ ചേച്ചി കിട്ടുന്നുണ്ടോ? പോലീസ് വേഷം ഞാൻ ഒരുപാട് ചെയ്തില്ല. ഞാൻ കൂടുതലായിട്ട് സീരിയലിൽ വില്ലത്തിയായിരുന്നു. മീനാക്ഷി കല്യാണത്തിൽ, മഴവിൽ മനോരമയിൽ ഏകദേശം 2 വർഷത്തെ 200-250 എപ്പിസോഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സൂര്യയിൽ കനൽപൂവ് ചെയ്തു. പിന്നെ സിനിമയിൽ വ്യത്യസ്തമായിട്ട് കിട്ടി. ആലിയ എന്ന് പറഞ്ഞിട്ട് ഒരു പടം റിലീസാവായിരിക്കുന്നത്, അതിൽ പോലീസുകാരിയാണ്. വേറെ ഒന്നിനും സി ആയിട്ട് ചെയ്തു. എനിക്ക് പോലീസ് സ്റ്റേഷൻ ചേച്ചിക്ക് കൂടുതലും നെഗറ്റീവ്സും അങ്ങനെ ഒരു ഫേസ് ആയതുകൊണ്ട് കാരണം ഒരു പഞ്ചായത്ത് അഭിനയിക്കാൻ ചേച്ചിക്ക് കഴിയുന്ന ഒരു വേഷമാണ് അല്ലേ. അങ്ങനെ ചെയ്യാൻ. പിന്നെ ഫൈറ്റ് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഫൈറ്റ് പഠിച്ചാണോ? ഫൈറ്റ് ഇങ്ങനെ അല്ല, പഠിച്ചിട്ടൊന്നുമില്ല. നമ്മൾ ചെറുതായിട്ടൊക്കെ ഒരു അല്ല, ഞാൻ ചോദിച്ചതല്ലേ, കുറച്ച് നാട്ടില് ഈ കളരിപ്പയറ്റൊക്കെ പഠിപ്പിക്കുന്ന ആളാണല്ലോ ഗ്രാമങ്ങളിൽ. അതൊക്കെ കണ്ടും കേട്ടും പിടിച്ചു. അല്ല, ഞാൻ എല്ലാ സിനിമയുടെ പൂജാ കാര്യങ്ങൾ ചെല്ലുമ്പോൾ ആങ്കറായിട്ട് നിൽക്കുന്ന നമ്മുടെ സിനി ചേച്ചിയാണ്. അത് എന്റെ ഭാഗ്യമാണ്. അവർ വിളിക്കുന്നത്, ഞാൻ വരുന്നു. അപ്പോൾ ഞാനൊരു ദിവസം ഒരു സിനിമയുടെ പൂജയ്ക്ക് പോയപ്പോൾ ആങ്കറായിട്ട് നിന്ന് അവിടെ എനിക്കൊരു മിമിക്രിക്ക് ഒരു അവസരം ചേച്ചി എനിക്ക് വാങ്ങി തന്നു. ഒരു പാട്ട് മിമിക്രി ചെയ്യാൻ. നമുക്ക് അറിയാവുന്ന കലാകാരന്മാരെ വളർത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും. കാരണം എൻ്റെ അടുത്ത് ചോദിച്ചാൽ അഭിലാഷേ വേണമെങ്കിൽ ഒരു പാട്ട് പാടാട്ടോന്ന് പറയും. അപ്പോൾ ആ ഒരു മനസ്സിന്, കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, സിനിമാ താരങ്ങൾ വന്നിരിക്കുന്ന ഒരു വേദിയാന്ന് പറഞ്ഞു. വേറൊരു കാര്യമുണ്ട്, അഭിലാഷ് ഒരിക്കലും ആർട്ടിസ്റ്റ് അല്ലല്ലോ, ആർട്ടിസ്റ്റാണ്. അപ്പോൾ ആ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളെ ഇടയിൽ മറന്നു പോകുന്ന ഒരു പ്രധാന കാരണം, എല്ലാവരും ആർട്ടിസ്റ്റാണ്. ചെറിയവൻ വലിയവനെന്നില്ല, വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ തരുന്നു, അത് സന്തോഷത്തോടെ ചെയ്യുന്നു. അല്ലാതെ ഞാൻ വലിയൊരു ഇത് അങ്ങനെ ഇല്ല. പിന്നെ കൂടുതൽ വേഷങ്ങൾ കൊടുത്ത് ചിലവർ ഹീറോയിനായി പോകുന്നു, ഹീറോയിനാകുന്നു, ഹീറോ ആകുന്നു, വില്ലനാകുന്നു, സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളാകുന്നു. പക്ഷെ ആർട്ടിസ്റ്റാണ്. ഒരിക്കലും ഒരു നടനും നായകനെയും വെച്ച് മാത്രം ഒരു പടം പോകത്തില്ല. എല്ലാവരും വേണം. ചേച്ചി എന്ന് പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഓടിച്ചാടി വരില്ല. കാരണം ചേച്ചിക്ക് ടൈം ഉണ്ടെങ്കിൽ മാത്രമല്ലേ. ആണല്ലോ. എനിക്ക് ചാരിറ്റി, സാമൂഹ്യ പ്രവർത്തനം, ബ്ലോഗർ, അങ്ങനെ എനിക്ക് വേറെ ജോലിയുണ്ട്. ചാരിറ്റി പ്രവർത്തനം ജോലി ചെയ്തു. ഇപ്പോൾ ചാരിറ്റി പ്രവർത്തനത്തിന്റെ വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി മുറിച്ചൊരു ഡൊണേറ്റ് ചെയ്തൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. കാരണം ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ചോദിച്ചത് എന്താണ്, പാഷന് വേണ്ടി മുടി വെട്ടിയാണോന്ന് വരെ ചോദിച്ചായിരുന്നു അല്ലേ. പക്ഷെ ഒരാൾക്ക് വേണ്ടി, ഒരു പേഷ്യന്റിന് വേണ്ടി ചേച്ചി മുടി കൊടുത്തതാണ് അല്ലേ. അപ്പോൾ ഇനിയാണെങ്കിലും എന്ന് പറഞ്ഞാൽ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചേച്ചി ചെയ്യും. കാരണം അത് എന്താ പറയുക, അങ്ങനെ ഒരു നല്ല മനസ്സിൽ കാര്യത്തിൽ ഞാൻ ചേച്ചിയോട് യോജിക്കുന്നു. കാരണം എന്താണെന്നറിയോ, വേറെ ഒന്നല്ല, ആ ചാരിറ്റി മാത്രമല്ല. പിന്നെ ആദ്യം ഒരു കാര്യം പറഞ്ഞില്ലേ, ഏതാ നമ്മുടെ എല്ലാവരും കലാകാരന്മാരാണ്. ഉയർച്ചയിലോട്ട് വരുന്നവരും വരാത്തവരും എല്ലാം വളർത്തുന്ന ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമുക്ക് നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിൽ കലയുണ്ടെങ്കിൽ